അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആക്ച്വലി ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് സൺഡേ ഇങ്ങനെ ബീഫിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം ഓരോ സ്ഥലത്ത് ഓരോ പോലത്തെ സ്റ്റൈലിലുള്ള ബിരിയാണി ആയിരിക്കുമല്ലോ. അപ്പോൾ നാട്ടിൽ വേറെ അതേപോലെ അപ്പോൾ നമ്മളുടെ ഇവിടെ ഒക്കെ ഉള്ള ബിരിയാണി ഒന്ന് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എപ്പോഴും ഒരേപോലത്തെ കഴിച്ചു പഠിത്തെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ. കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു കപ്പ് എണ്ണയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച പട്ട ഗ്രാമ്പൂ ഒക്കെയാണ് എടുത്തിട്ടുണ്ടായത്. ഇത് 1 kg ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 4 വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 8 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 3 പച്ചമുളക് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 കപ്പ് എണ്ണ ഞാൻ കാണിച്ചില്ലേ അതിലോട്ട്. പിന്നെ ഗരം മസാലയിൽ ഈ ഉള്ളി നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വാടി കിട്ടണം. നല്ലോണം വാടി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒരു kg കണക്കിൽ ഒരു 4 സ്പൂണ് വെളുത്തുള്ളീൻ്റെ പേസ്റ്റും 4 സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു 4 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 3/4 kg ഇറച്ചിയും 1 kg അരിയുമാണ്. അപ്പം അതിന് വേണ്ട മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതന്നെ 4 സ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. വെളുത്തുള്ളി ഇപ്പോൾ 4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒരു 3 സ്പൂൺ അളവിന്, ഈ സ്പൂൺ ഇതായി ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ സ്പൂണിൻ്റെ അളവിന് തന്നെ ഇടുക കേട്ടോ. അപ്പോൾ മസാല കറക്റ്റായിട്ട് വരും. പിന്നെ ഒരു 3 പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നു, ചീന്താണ്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. പിന്നെ തക്കാളിയാണ് കേട്ടോ, ഇത് മീഡിയം സൈസ് ഒരു 7 തക്കാളിയോളം ഉണ്ട് കേട്ടോ. 7-8 തക്കാളിയോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് എണ്ണയിൽ നല്ല ഒന്ന് സ്മാഷായി കിട്ടണം കേട്ടോ. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 3 നല്ലോണം എണ്ണയിൽ നല്ല കുത്തുമാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയും തക്കാളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്ര ഇട്ടിട്ടുണ്ടായി. മല്ലിപ്പൊടി ബീഫായിരുന്നു ഇട്ടതാണ് കേട്ടോ. ഇപ്പോൾ ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഒരു ചെറിയ ചെറുനാരങ്ങൻ്റെ നീര് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പുതിനയും മല്ലിച്ചപ്പുമാണ് കേട്ടോ. പുതിന വന്നിട്ട് ഏകദേശം ഒരു പിടി പുതിന എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൈപ്പിടി മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടണം. തക്കാളി നല്ല ഉടഞ്ഞ് അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് 1/2 ലിറ്ററിൻ്റെ തൈരിൻ്റെ പാക്കറ്റാണ്. അതിലിപ്പോൾ ഞാൻ 1/4 ലിറ്ററാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1/2 ലിറ്റർ ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല, അതാണ് ഞാൻ പാക്കറ്റ് കാണിച്ചിട്ടാ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ഞാൻ ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായത്. അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ബീഫ് അതിലോട്ട് വെന്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് അതിൽ സ്റ്റോക്കോടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. അത് നല്ലത് അതിലേക്ക് നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റോക്കോടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പുറത്ത് അരി വെച്ചതായിരുന്നു. അരിയിലേക്ക് ഉപ്പും ലേശം കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്ത് വേവിച്ചും ഒരു 3/4 ഭാഗം വെന്ത് കിട്ടുമ്പോഴത്തേനും എടുക്കണം കേട്ടോ. ഒരു പകുതി 3/4 വേവ് ആകുമ്പോഴത്തേനും എടുത്തിട്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ ആക്കി വെച്ച മസാലേൻ്റെ മുകളിലോട്ടാണ് കേട്ടോ ചോറിടൽ. സെപ്പറേറ്റ് ആയിട്ട് വേവിക്കില്ല. അപ്പോൾ ആ മസാലേൻ്റെ മുകളിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരില്ലേ, അപ്പോൾ ആ മസാലേൻ്റെ മുകളിലോട്ട് തന്നെ ഈ ചോറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കളറ് ചേർത്ത കാരണമാണ് ഇങ്ങനെയുള്ളത്. നമ്മളെ ബിരിയാണിയിൽ കളർ എന്തുകൊണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ കളറ് ചേർക്കുകയും ചെയ്യും, മസാല അടിയിൽ മിക്സ് ചെയ്യുകയും ചെയ്യും, സെപ്പറേറ്റ് വെക്കില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീഫിലും നമ്മൾ നെയ്യ് ഉണ്ടാവും, പിന്നെ ഇതിലും ഉണ്ടാവുമല്ലോ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയും കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കസൂരി മേത്തിയാണ് കേട്ടോ ഇല ചേർത്ത് കൊടുക്കുന്നത്.
കസൂരി മേത്തി ഞാൻ കുറച്ച് മസാലയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മേലെ കുറച്ച് കസൂരി മേത്തിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദമ്മിന് വിടാനായിട്ട് താഴെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ സ്ലോയിലിട്ട് തവ വെച്ച് മേലെ കനലുള്ള എന്തെങ്കിലും വെച്ച് മൂടിയതാണ് കേട്ടോ. ഏകദേശം ഒരു 10-20 മിനിറ്റ് ആദ്യം കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഫാസ്റ്റിൽ വെച്ച് തവ ചൂടായി കഴിയുമ്പോൾ പിന്നെ സ്ലോയിലിട്ടിട്ട് നല്ലോണം ഒരു 10-20 മിനിറ്റെങ്കിലും നല്ല ഒന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ. ഫുള്ള് സ്ലോയിലിട്ടിട്ട്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ദം ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി എടുക്കില്ല. നമ്മളിപ്പോൾ വിളമ്പാനായിട്ട് എടുക്കില്ല. ആ സമയത്ത് താഴെ മേലെ ഒന്ന് ജസ്റ്റ് മസാലയും ചോറും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മിക്സാക്കി എടുത്തതാണ് കേട്ടോ വിളമ്പാൻ നേരത്ത്. എന്നിട്ട് പ്ലേറ്റിലോട്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്തതാണ് കേട്ടോ അത്. പിന്നെ വീഡിയോയിൽ ഞാൻ മസാലയിൽ ഉപ്പിടുന്നത് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. മസാലയിൽ ഉപ്പിടുന്നത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചു വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം. മസാലയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറച്ചി വേവിക്കുന്നതിൽ നോക്കിയിട്ട് ഇറച്ചി ഇട്ടതിന് ശേഷം വേണമെങ്കിൽ മാത്രം പാകത്തിന് വറ്റിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ ഇറച്ചിയിൽ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ മസാലയിൽ ഉപ്പ് കൂടി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.